അപ്പൊ നമ്മൾ വീണ്ടും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഡെൻവർ കൊളറാഡോ. ഇവിടുന്ന് ഏകദേശം ഒരു 450 മൈല്, അങ്ങനെ പറയുമ്പോൾ 700-750 കിലോമീറ്റർ. നമ്മൾ കിലോമീറ്ററിൽ ഇവിടെ മൈലിലാണ് ചെയ്യുന്നത്. വിജനമായ പ്രദേശമാണ്. മരങ്ങൾ, സിഡാർ മരങ്ങള്, പൈൻ മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ആ ഒരു യൂട്ടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിലിവിടെയുള്ള വേറൊരു പ്രത്യേകം വെച്ചാല് വാഹനങ്ങള് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഇപ്പൊ പുതിയ വരുന്നത് തന്നെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇത്തിരി പഴയ ടെക്നോളജിയാണ്. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇത്തിരി പണം കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു കാർ വാങ്ങണം, തന്നെ ഓടുന്ന കാറ്. ഇതിപ്പോ സ്റ്റിയറിംഗ് മാത്രം പിടിച്ചാൽ മതി. ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ വയ്യാണ്ടാവണ്ട. സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 70, 130, 140 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ യൂട്ട അമേരിക്കയിൽ ഒരുവിധം നമുക്ക് സ്പീഡിൽ പോകാവുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കാരണം വിജനമായി കിടക്കുന്നത് കൊണ്ട് നല്ല കാലാവസ്ഥ. 51 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 14-15 ഡിഗ്രി സെൽഷ്യസ്, 12-14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഇവിടുത്തെ താപനില. തന്നെയല്ല 80 മൈൽ സ്പീഡ് എന്ന് പറയുമ്പോൾ 140 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഈ സംസ്ഥാനത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റും. അപ്പോ അത് നമ്മൾ വേഗത്തിൽ പ്രദേശം പല സ്ഥലത്തും 140 കിലോമീറ്റർ സ്പീഡിലെത്താന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇത് വയ്യായിക തോന്നില്ല. തന്നെയല്ല ഗിയർ മാറാ, സ്പീഡ് കുറയാ, സിഗ്നലുകൾ ഒന്നുമില്ല. വെറുതെ ഇരുന്നാൽ മതി. സ്റ്റിയറിംഗ് പിടിച്ച് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഓട്ടോമാറ്റിക്കലി സ്പീഡ് സെറ്റ് ചെയ്ത് നമ്മൾ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഉള്ള പ്രകൃതി രമണീയമായ പ്രദേശങ്ങളും ഒട്ടനവധി ഈ നമുക്ക് മൺകൂനകള്, ചുവന്ന മണ്ണ് ഒക്കെ നമുക്കിതില് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ഇത്തിരി കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ.